ഞാനിവിടെ പുതിയ ഓട്ടോറിക്ഷ മേടിച്ചു. ഇത് പുതിയതല്ല, സെക്കൻഡ് ഹാൻഡ് ആണ്. എന്നാലും കുഴപ്പമില്ല. ഈ ഓട്ടോറിക്ഷ ബജാജ് കോമ്പാക്റ്റാ. അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന വണ്ടിയാ. 1 ലിറ്റർ ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ദൂരമൊക്കെ ഓടും, വില കുഴപ്പമില്ലാണ്ട്. നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം. ആദ്യം പെട്രോൾ പമ്പിലേക്ക് പോവാം, എന്നിട്ട് ഫുൾ ടാങ്ക് ഡീസൽ അടിക്കാം. എന്നിട്ട് നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിനി ആൾക്കാരെ പിക്ക് ചെയ്യണം, എന്നിട്ട് അവർ പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യണം. നമുക്ക് അത് മാത്രം ചെയ്യണ്ടോ. ഇവിടെ പിന്നെ ഓട്ടോറിക്ഷയ്ക്ക് ചെറിയ ഇറക്കൊക്കെ ഉണ്ട്, അത് എത്ര കാര്യമൊക്കെ ഉണ്ട്. ഈ ഓട്ടോറിക്ഷയുടെ ഒരു പ്രത്യേകതയാണ്, നമ്മളിപ്പോൾ എത്ര വലിയ ഷാർപ്പ് ടേൺ എടുത്താലും ഈ വണ്ടി മറിഞ്ഞു വീഴില്ല. അതിപ്പോൾ എത്ര സ്പീഡിലാണെങ്കിലും. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ പെട്രോൾ പമ്പിലേക്ക് എത്താറായിട്ടുണ്ട്. എവിടെ പെട്രോൾ പമ്പ്? ഓക്കെ, എനിക്ക് അവിടെ മുമ്പിൽ കാണാണ്ട്. ഫുൾ ടാങ്ക് ഡീസൽ അടിക്കണ്ട, നമുക്ക് ഹാഫ് ടാങ്ക് അടിച്ചാൽ മതി. കാരണം നമ്മുടെ കയ്യിൽ അധികം പൈസ ഒന്നുമില്ല. ഈ ഓട്ടോറിക്ഷയ്ക്ക് പിന്നെ വലിയ കൺട്രോളൊന്നും ഇല്ല കേട്ടാ. എപ്പോഴും ഇങ്ങനെ മറിഞ്ഞു വീഴണ പോലെ കാണിക്കും, പക്ഷെ ഇത് മറിഞ്ഞു വീഴുന്നില്ല. ഓക്കെ ഗൈസ്, ഇവിടെ ഞാൻ എന്താ ഫുൾ ടാങ്ക് അടിച്ചിട്ടില്ല, പകരം ഹാഫ് ടാങ്ക് ഞാൻ അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 2-3 ദിവസത്തേക്ക് അത് ധാരാളമാണ്. നമുക്കിനി പോയിട്ട് ആൾക്കാരെ പിക്ക് ചെയ്യണം. ഓക്കെ, അവിടെ ഒരു ചേച്ചി കൈ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഹലോ ചേച്ചി, എങ്ങോട്ടേക്ക് പോണ്ടേ? അത് പിന്നെ എയർപോർട്ടിലേക്ക് ഒന്ന് പോകാൻ പറ്റുമോ? ആ, അതിനിപ്പോ എന്താ, ചേച്ചി വണ്ടിയിൽ കയറിക്കോ, ഞാൻ എയർപോർട്ടിലേക്ക് ആക്കിയതാ. ഓക്കെ ഗൈസ്, ആ ചേച്ചി ഇങ്ങനെ വണ്ടിയിൽ കയറി കണ്ടിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ആ ചേച്ചിനെ എയർപോർട്ടിലേക്ക് ആക്കി കൊടുക്കാം. ഹലോ, അതെ, കുറച്ചുകൂടി സ്പീഡിൽ പോകാൻ പറ്റുമോ? ഞാൻ ഓൾറെഡി ലേറ്റായി, എന്റെ ഫ്ലൈറ്റ് മിക്കവാറും മിസ്സാവും. ചേച്ചിയുടെ ഫ്ലൈറ്റ് ഒന്നും മിസ്സാവില്ല, ഞാൻ എത്രയും പെട്ടെന്ന് എയർപോർട്ടിലേക്ക് എത്തിക്കാം. ലെറ്റ്സ് ഗോ. അയ്യോ, താൻ എന്തുട്ടി കാണിക്കണേ? റോട്ടില് ഭരതനാട്യം കളിക്ക്, മര്യാദയ്ക്ക് പോകാൻ പറ്റുമോ? ഏയ് ചേച്ചി, ഇതിപ്പോ വലിയ സീനൊന്നുമില്ല. ചേച്ചി ഓട്ടോറിക്ഷയിൽ കയറി ശീലം ഉണ്ടാവില്ല. ഇത് കണ്ടില്ലേ, നമ്മളത് ഒരു 360 ഡ്രിഫ്റ്റ് ഒക്കെ അടിച്ചു. ഇതിപ്പോ അത്ര കാര്യമൊക്കെ ഉണ്ടാ. ഓക്കെ, ഇവിടെ ഇപ്പൊ നമ്മള് എയർപോർട്ടിലേക്ക് എത്തിയേക്കാണ് കേട്ടാ. ഈ ചേച്ചിയുടെ ഫ്ലൈറ്റ് ഒന്നും മിസ്സായിട്ടില്ല. ചേട്ടാ, എത്രയായി? 100. 100 രൂപയോ? ഇത്ര ദൂരം മതിയാ? എന്റെ പൊന്നു ചേച്ചി, നമ്മളൊക്കെ പാവങ്ങളാ, ഒന്ന് ജീവിച്ചു നോക്കട്ടെ. ഓക്കെ, ആ ചേച്ചിനെ ഞാൻ അങ്ങനെ ഡ്രോപ്പ് ചെയ്തേക്കാണ്. നമുക്കിനി അടുത്ത ആൾക്കാരെ പിക്ക് ചെയ്യാം. ഒരു മിനിറ്റ്, അവിടെ ഒരു ചേട്ടൻ കൈ കാണിക്കുന്നുണ്ട്. ഹലോ ചേട്ടാ, എങ്ങോട്ടേക്ക് പോണേ? അത് പിന്നെ എനിക്ക് റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് പോണായിരുന്നു. ആ, അതിനിപ്പോ എന്താ, ചേട്ടൻ വണ്ടിയിൽ കയറിക്കോ, ഞാൻ അയച്ചുതരാം. ഓക്കെ, ആ ചേട്ടനും അങ്ങനെ വണ്ടിയിൽ കയറിയേക്കാണ്. ആ ചേട്ടന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോണ്ടേ. നേരത്തെ ഒരു ചേച്ചി എയർപോർട്ടിലേക്ക് പോയി, ഈ ചേട്ടന് റെയിൽവേ സ്റ്റേഷനിലോ. ആ, നമുക്കിപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ഡോ, തനിക്കെന്താടാ, മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ലേ? ആ, ഞാൻ ഓടിക്കാം. അതിപ്പോൾ ഈ ഓട്ടോറിക്ഷയുടെ ഒരു കഴിവാ, 360 തിരിയും. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയേക്കാണ്. ഡോ, എത്രയായി? 150. 150 രൂപയാ ഇവിടെ വരെ വരാനാ? തനിക്ക് ഞാൻ ഒരു 100 രൂപ തരാം. 100 രൂപയാ? ശരി. ഓക്കെ, ആ ചേട്ടനെയും ഞാൻ അങ്ങനെ ഡ്രോപ്പ് ചെയ്തേക്കാണ്. 150 രൂപ ഇച്ചിരി അധികമായി, എന്നാലും 100 രൂപ കിട്ടിയില്ലേ, അത് മതി. ഓക്കെ, അവിടെയും ഒരു ചേട്ടൻ കൈ കാണിച്ചു. ഹലോ ചേട്ടാ, എങ്ങോട്ടേക്ക് പോണ്ടേ? അത് പിന്നെ എനിക്ക് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോണായിരുന്നു. പോലീസ് സ്റ്റേഷനിലേക്കാണോ? കയറിക്കോ. ഓക്കെ, ഈ ചേട്ടനും വണ്ടിയിൽ കയറിക്കാണ്. ഈ ചേട്ടന് പക്ഷെ പോലീസ് സ്റ്റേഷനിലേക്ക് പോണ്ടേ. എന്താണോ കേസ്? അത് പിന്നെ ചെറിയൊരു കൊലക്കേസാ. നീ ഇപ്പോ അത്ര കാര്യക്കൊന്നും വേണ്ട. പക്ഷെ എന്റെ പൊന്നോ, ഇതാള് ശരിയല്ല കേട്ടാ. നമുക്കപ്പോ മര്യാദയ്ക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയേക്കാണ് കേട്ടാ. എത്രയായി? 50 രൂപ. 50 രൂപയോ? അത് ഇച്ചിരി കുറവാണല്ലോ. കടക്കട്ടെ. ഓക്കെ, ഇവിടെ ഇങ്ങനെ പണിയെടുത്ത് രാത്രി ആയിക്കാണ് കേട്ടാ. നമുക്കിനി വീട്ടിൽ പോയിട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം. എൻ്റെ ഫോണിലേക്ക് പിന്നെ ആരാണോ കുറെ മെസ്സേജ് അയക്കുന്നുണ്ട്, നമുക്ക് അതൊന്ന് നോക്കി നോക്കാം. ഗൈസ്, ഇവിടെ ഞാൻ മെസ്സേജൊക്കെ എടുത്ത് നോക്കി. നൈസായിട്ട് പണിപ്പാളി. വേറെ ഒന്നുമല്ല, നമ്മൾ നേരത്തെ ഭയങ്കര മാന്യമായിട്ടാണല്ലോ വണ്ടി ഓടിച്ചത്, അതുകൊണ്ട് ഒരു 50,000 രൂപയുടെ ഫൈൻ കിട്ടി. ഇനിയിപ്പോൾ അതെങ്ങനെ അടയ്ക്കുക? മിക്കവാറും എൻ്റെ ഓട്ടോറിക്ഷ വെക്കേണ്ടി വരും. ശരി എന്നാ.